പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 1 യോഹന്നാൻ 4:4 തിരുവചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നമ്മുടെ ഉള്ളിലുള്ളത് പരിശുദ്ധാത്മാവാണ്. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിച്ചു കഴിഞ്ഞു. റോമ 5:5 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 14:16 യേശു പറയുന്നു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. യോഹന്നാൻ 14:23 യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. യേശുവാണ് പിതാവിങ്കിലേക്കുള്ള വഴി. യോഹന്നാൻ 14:6 യേശു പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഈശോയിൽ വിശ്വസിച്ചാൽ, ഈശോയോട് ചേർന്ന് നിന്നാൽ പിതാവിങ്കിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് കഴിയും. എപ്പോഴാണ് യേശുവിനെ കൂടുതലായി സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നത്? ഈശോ എനിക്ക് ആരാണ്? ഈശോ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഈ കാര്യങ്ങൾ നമുക്ക് ബോധ്യം വരുമ്പോഴാണ് യേശുവിനെ കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ യേശുവിൻ്റെ വചനം പാലിക്കുകയും ചെയ്യും. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി മലയിൽ യേശു കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷയാണ് യേശുനാഥൻ ഏറ്റെടുത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചത്. യേശു നമ്മുടെ പാപ പരിഹാര ബലിയാണ്. യേശുവിൻ്റെ കുരിശിലെ ബലി വഴിയാണ് നാം രക്ഷിക്കപ്പെട്ടത്. ഈ സത്യം അറിയുമ്പോഴാണ് യേശുവിനെ കൂടുതലായി നാം സ്നേഹിക്കുന്നത്. അപ്പോൾ നാം യേശുവിൽ വിശ്വസിക്കുകയും യേശുവിൻ്റെ വചനം പാലിക്കുകയും ചെയ്യും. യേശു നമ്മുടെ രക്ഷകനും പാപ വിമോചകനുമാണ്. ഈ ബോധ്യം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. മാമോദീസായിലൂടെ നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ നാം ഉജ്ജ്വലിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് എപ്രകാരമാണ് ഉജ്ജ്വലിപ്പിക്കാൻ കഴിയുന്നത്? ദൈവത്തിൻ്റെ വചനം വായിച്ചും ധ്യാനിച്ചും അനുദിനം കൂദാശ ജീവിതത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുവാൻ അതിനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഈശോയുടെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ച് തരുന്നതും പരിശുദ്ധാത്മാവാണ്. പാപബോധവും പശ്ചാത്താപവും നൽകി സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നത് നിത്യസഹായകനായ പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം പാപങ്ങൾ ചെയ്ത് നിർവീര്യമാക്കരുത്. ദൈവത്തിൻ്റെ സമാനമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നാം ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് സമൃദ്ധമായി നൽകുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാൻ 14:26 യേശു പറയുന്നു, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അതിനാൽ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടിയാണ് അനുദിനം നാം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.